നമ്മുടെ കേരളത്തിൽ കുറെ കാലമായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ തന്നെ അമ്മമാര് അനങ്ങാനോ നടക്കാനോ ഇരിക്കാനോ ഒന്നിനും സമ്മതിക്കില്ല. പൂർണ്ണമായും ബെഡ് റെസ്റ്റ്, മാസങ്ങളോളം ഉള്ള കിടപ്പാണ്. എന്തോ കിടപ്പ് രോഗികളെ പോലെയാണ് ഈ അമ്മമാരെല്ലാം ഈ പെൺകുട്ടികളെ എല്ലാം കാണുന്നത്. ഗർഭം എന്തോ ഒരു മഹാ അസുഖമായിട്ടാണ് അവർ കാണുന്നത്. ഗർഭം ഒരു അസുഖമല്ല, അതൊരു ആനന്ദാവസ്ഥയാണ്. ഈ ആനന്ദാവസ്ഥയിലാവേണ്ട പെൺകുട്ടിയെയാണ് നീ ഒരു രോഗിയാണ് എന്നുള്ള ഒരു ബോധം ആ കുട്ടിയിലേക്ക് കടത്തിവിടുന്നത്. ഇത് അമ്മമാരുടെ കുറ്റമാണ്. അതേ സ്ഥാനത്താണ് ഈ ഒരു പെൺകുട്ടി 7 മാസം ഗർഭിണിയായിരുന്നിട്ടും 145 കിലോ ഭാരം ഉയർത്തി അവൾ സ്വർണ്ണ മെഡൽ നേടിയത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടാവാനുള്ള പ്രധാന കാരണം പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു കുഞ്ഞുണ്ടാവണം. ഈ കുഞ്ഞുണ്ടായാൽ മാത്രമേ ഈ പെൺകുട്ടികൾക്ക് കുടുംബജീവിതത്തിൽ നിലനിൽപ്പുള്ളൂ എന്നുള്ള അമ്മമാരുടെ ഒരു കാഴ്ചപ്പാടാണ്. പെൺകുട്ടികൾക്ക് ജീവിക്കാൻ വേണ്ടത് ഒരു കുട്ടിയല്ല, അവർക്ക് വേണ്ടത് ജീവിക്കാനുള്ള തന്റെ ഇടവും അതിനുള്ള ഒരു തൊഴിൽ സാധ്യതയുമാണ്. അമ്മമാരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഈ ഒരു കുഞ്ഞായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവളുടെ ചെപ്പടിക്ക് തിന്നുകൊള്ളും എന്നുള്ള ഒരു തെറ്റായ ധാരണ. വിവാഹം കഴിയുന്ന കുട്ടികൾക്ക് കുഞ്ഞ് വേണ്ട എന്നുള്ളതൊന്നും അല്ല എന്റെ അഭിപ്രായം. പക്ഷെ അവരെ തെറ്റായ ധാരണകളിലേക്ക് തള്ളിവിടുന്നു അമ്മമാര്. ഗർഭത്തിലിരിക്കുന്ന ഒരു കുഞ്ഞ് പുറത്തു വരണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കേണ്ടി വരും. ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർ ഈ കുട്ടികളെയും കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് ഒരു ഓട്ടമാണ്. അവിടെ ചെന്ന് എന്റെ മകൾക്ക് എന്തോ മാരകമായ അസുഖം ബാധിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഇത് കേട്ട ഡോക്ടർ എന്ത് ചെയ്യും? ഈ കുട്ടിയെ അവരുടെ ഒരു പേഷ്യന്റ് ആക്കി മാറ്റുകയാണ്. ഏതെങ്കിലും രീതിയിൽ ശാരീരികമായ അസ്വസ്ഥതകളുള്ള കുട്ടികൾക്ക് ഇത് ബാധകമല്ല ഞാൻ പറയുന്ന കാര്യം.